പൂവിലായി ജാതകം തുറന്നിടുക മലയാളമാം ദൃശ്യചാരുതേ. നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ചും MLAയുടെ ഭാഗത്തു നിന്നുള്ള സഹായം എന്ന നിലയ്ക്ക് 164 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഈ കഴിഞ്ഞ MLAയുടെ 4 വർഷക്കാലത്തോളം ഉള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഈ പള്ളിക്കര ഗ്രാമപഞ്ചായത്തിൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വളരെ സന്തോഷകരമായ കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. സുഹൃത്തുക്കൾ, കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പടവുകൾ 2025 ഉദ്ഘാടനം കഴിഞ്ഞു. ഇപ്പോൾ ഓപ്പൺ ഫോറമാണ് പടവുകൾ. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെഷൻ എന്ന് പറയുന്നത് ഈ ഓപ്പൺ ഫോറാണ്. മറ്റത് കേവലമായ ചടങ്ങാണ്. ഇതിലാണ് ഇതിൻ്റെ നൂതനമായ ആശയങ്ങളൊക്കെ ചർച്ചയ്ക്ക് വിധേയമാക്കുകയും ഭാവി പരിപാടികളെ സംബന്ധിച്ച് നിർദ്ദേശങ്ങളൊക്കെ വരേണ്ടത് ഈ ഒരു ഓപ്പൺ ഫോറത്തിലാണ്. നമ്മുടെ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങളും മറ്റ് സേവന പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി അവാർഡുകളൊക്കെ വാങ്ങി ഏറ്റവും നല്ല ജില്ലാ പഞ്ചായത്ത് എന്ന നിലയിൽ പേര് സംസ്ഥാനത്തും ദേശീയ തലത്തിലുമൊക്കെ നേടിയിട്ടുള്ള നമ്മുടെ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൻ്റെ ഇന്ന് നടക്കുന്ന ഈ പടവുകൾ 2025 തീർച്ചയായിട്ടും ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അത്രമാത്രം നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ 5 വർഷം എന്ന് പറയുന്നത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, രാഷ്ട്രീയത്തിൻ്റെ പേരിലാവാം ഇത് ഒരു ബഹിഷ്കരണം രേഖപ്പെടുത്തിക്കൊണ്ട് കുറേ ആളുകൾ പങ്കെടുക്കുന്നില്ല. അത് രാഷ്ട്രീയമാണ്. ഇവിടെ വന്ന് പറയേണ്ടത് നടന്ന കാര്യങ്ങളെ കുറിച്ചാണ്. ഒരുപാട് കാര്യങ്ങൾ നടന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ പറയാനുള്ള ഒരു മനപ്രയാസം എന്തോ നമ്മുടെ ചില പഞ്ചായത്തുകൾ ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് ഉണ്ട് എന്നാണ് നമ്മളിന്ന് മനസ്സിലാക്കുന്നത്. അതൊരു ജനാധിപത്യത്തിലെ ഒരു നല്ല മനസ്സല്ല എന്നുള്ളതാണ് ആരും ചർച്ച ചെയ്താലും പറയാൻ കഴിയില്ല. ഒരു നല്ല മനസ്സ്, അത് നന്മ അംഗീകരിക്കുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ ഇതിലൊക്കെ പങ്കെടുക്കുന്നതിന് എന്ത് ബുദ്ധിമുട്ടാണുള്ളത്. അപ്പോൾ ത്രിതല പഞ്ചായത്ത് നടന്നിട്ടുള്ള വികസന പ്രവർത്തനം എന്ന് പറയുന്നത് വലിയ നിലയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്നു. അതിൽ ഈ പറയുന്ന പ്രതിപക്ഷ സംസ്ഥാന തലത്തിലുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വികസന പ്രവർത്തനങ്ങൾ നന്നായി നടന്നു എന്ന് പറയുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ് നന്നായി സഹായിച്ചു എന്ന് പറയേണ്ടി വരും. അങ്ങനെ സംസ്ഥാന ഗവൺമെൻറ് നന്നായി സഹായിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ചില പ്രയാസങ്ങളെ കുറിച്ചും പറയേണ്ടി വരും. അത് സംസ്ഥാനത്തിൻ്റെ തങ്ങൾ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളിൽ സംസ്ഥാന ഗവൺമെൻറ് നന്നായി സഹായിച്ചു എന്ന് പറയേണ്ടി വരും. ഏതായാലും ഇവിടെ കഴിഞ്ഞ കാല പ്രവർത്തനത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി വരാൻ വേണ്ടി പോകുന്ന ഭരണകാലഘട്ടത്തിൽ എന്തൊക്കെയാണ് പഞ്ചായത്ത്
ആരംഭിച്ച കാര്യം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. എന്താണ് SIR? ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാനുള്ള ഒരു പ്രക്രിയയാണ് SIR. അതുകൊണ്ട് SIR നടപടിയുമായി എല്ലാവരും സഹകരിക്കണം. നവംബർ 4 മുതൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ നിങ്ങളുടെ വീടുകളിലെത്തും. അവർ നൽകുന്ന എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകണം. 2002 SIR രേഖകളിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങൾ നൽകാം. 2002 SIR രേഖകളിൽ നിങ്ങളുടെ പേരില്ലെങ്കിൽ അതിൽ പേരുള്ള നിങ്ങളുടെ ബന്ധുക്കളുടെ ബന്ധുക്കളുടെയോ വിവരങ്ങൾ നൽകാം. നിങ്ങൾ വീട്ടിലില്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്കും നിങ്ങളുടെ വിവരങ്ങൾ പൂരിപ്പിച്ച് നൽകാൻ കഴിയും. ഓർക്കുക, SIR എന്നത് രാജ്യത്തെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നതിനും അതുവഴി ജനാധിപത്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള നടപടിയാണ്. അതെ, ഒരു പുതിയ തട്ടിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഗൂഗിൾ പേ, ഫോൺ പേ, UPI അക്കൗണ്ടുകൾ വഴി നിങ്ങൾക്ക് പണം അയച്ചു തരികയും ശേഷം അത് തിരിച്ചയക്കാൻ ഒരു QR കോഡ് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും. QR കോഡിൽ നമുക്കവർ അയച്ചു തന്ന തുകയേക്കാൾ വലിയ തുകയായിരിക്കാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ശ്രദ്ധിക്കാതെ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്ത് പണം അയക്കുകയാണെങ്കിൽ നമുക്ക് വലിയ തുക നഷ്ടമാകും. ഇത്തരത്തിൽ അപരിചിതർ പണം മാറി അയച്ചു എന്ന് പറഞ്ഞ് നിങ്ങളെ ബന്ധപ്പെട്ടാൽ ഒരു കാരണവശാലും പണം അവർക്ക് തിരിച്ചയക്കാൻ ശ്രമിക്കരുത്. അവരോട് NPCI വഴി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറയുക. ഇനി നിങ്ങളാണ് ഇത്തരത്തിൽ പണം മാറി അയച്ചതെങ്കിൽ നിങ്ങൾക്കും NPCI വഴി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതിനായി NPCI എന്ന വെബ്സൈറ്റിൽ കയറി കൺസ്യൂമർ എന്ന ഓപ്ഷനിലെ UPI കംപ്ലൈൻറ്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം കംപ്ലൈൻറ്റിലെ ട്രാൻസാക്ഷൻ എന്ന ഓപ്ഷനിൽ മുഴുവൻ വിവരങ്ങളും നൽകി സബ്മിറ്റ് ചെയ്യുക. തുടർന്ന് NPCI അതോറിറ്റി നിങ്ങളെ ബന്ധപ്പെടുന്നതായിരിക്കും. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മൊഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold and Diamonds, Kerala and Karnataka, the glow of purity. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിങ്ങും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെക്കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCസിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCസിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ, HT, LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്കോട് ഇലക്ട്രിക്കൽ വർക്ക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്കോട് ഇലക്ട്രിക്കൽ വർക്ക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600.